സ്വഹാബികളോട് നബിയെ വിഷയങ്ങളിൽ കൂടി ആലോചന നടത്തണം, മശ്വറ ചെയ്യണം. വീട്ടിലൊരു വിഷയം, കച്ചവട വിഷയമാവട്ടെ, ജോലി സംബന്ധമായതാവട്ടെ, വിവാഹ സംബന്ധമായതാവട്ടെ, നിങ്ങളുടെ ഏതെങ്കിലും തീരുമാനങ്ങൾ നിങ്ങൾ യുക്തിയുള്ള, ബോധമുള്ള, അറിവുള്ള, ജ്ഞാനമുള്ള, തഖ്വയുള്ള നല്ല മനുഷ്യരുമായി കൂടി ആലോചിക്കണം. ഇനിയൊരു തെറ്റ് സംഭവിച്ചു എന്ന് വിചാരിക്കുക. ഒരു തെറ്റ് സംഭവിച്ചു പോയി, എന്താണ് അതിന്റെ പരിഹാരം? അള്ളാഹു എല്ലാം മാപ്പ് തരുന്നവനാണ്. അള്ളാഹുവിൽ നിന്ന് തൗബ സ്വീകരിക്കാൻ, അള്ളാഹു തൗബ സ്വീകരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചോദിക്കണം. ആത്മഹത്യകളിലേക്ക് പോകരുത്. ഒരുപക്ഷെ വ്യഭിചാരം സംഭവിച്ച് ഗർഭം ധരിച്ചിട്ടുണ്ടാകാം. എന്തു ചെയ്യും? ജീവൻ ഒടുക്കുകയാണോ അതിന്റെ പരിഹാരം? അല്ല, അതിന് അള്ളാഹുവിന്റെ ശരീഅത്തിൽ അതിന് നിലപാടുകളുണ്ട്. പാപങ്ങളെ കഴുകിക്കളയാൻ അല്ലാഹുവിന്റെ സംവിധാനങ്ങളുണ്ട്. ആലിമീങ്ങളോട്, പണ്ഡിതന്മാരോട് ചോദിക്കണം. തെറ്റുകൾ പറ്റുന്നത് സ്വാഭാവികമാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ഹബീബാ നബി തങ്ങൾ ചോദിച്ചുവല്ലോ, യാ ആയിഷ, ആയിഷ ബീവി, ഇൻ കുൻതി അൽമംതി ബിദംബിൻ ഫസ്തഗ്ഫിരില്ലാഹ്. സഫ്വാൻ ഇബ്നു മുഅത്വിൽ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരും ചേർത്ത് വെച്ച് അന്നത്തെ കള്ളന്മാർ, മുനാഫിക്കുകളായ കപടവിശ്വാസികൾ, മുത്ത് ഹബീബിന്റെ സൗന്ദര്യമുണ്ടായിരുന്ന, സൗരഭ്യമുണ്ടായിരുന്ന, അറിവുണ്ടായിരുന്ന, ജ്ഞാനമുണ്ടായിരുന്ന, കുലമഹിമയുണ്ടായിരുന്ന നബി തങ്ങളുടെ ഭാര്യയാണ് നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ആ മഹദിയായ ബീവിയെ കുറിച്ച് മഹദിയെ ചേർത്തിപ്പറഞ്ഞ് സഫ്വാൻ ഇബ്നു മുഅത്വിൽ എന്ന് പറയുന്ന കണ്ണുയർത്തി ഒരാളെ പോലും നോക്കാത്ത സ്വഹാബിയെ പേര് വെച്ച് ചേർത്ത് വെച്ചിട്ട് കള്ളക്കഥകൾ ഉണ്ടാക്കിയപ്പോ ഹബീബായ നബി തങ്ങൾക്ക് എന്താണ് ഇതിന്റെ സത്യാവസ്ഥയെന്ന് അറിയാൻ കഴിയാതെ, വഹി വരാതെ താമസിക്കുകയും ചെയ്തപ്പോൾ പുണ്യനബി തങ്ങൾ ആയിഷ ബീവിയോട് ആ വിഷയം ചർച്ച ചെയ്തത് കാണാൻ കഴിയും. യാ ആയിഷ, ആയിഷ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ചെറുപ്പക്കാരിയാണ്. ഇൻ കുൻതി അൽമംതി ബിദംബിൻ, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റിനെ കുറിച്ച് ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണ്, ഒരു തെറ്റിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഒരു വ്യഭിചാരമോ മറ്റോ, ഭർത്താവല്ലാത്ത മറ്റൊരാളോടൊരു ബന്ധമോ ഒരു സ്നേഹമോ നിങ്ങൾക്ക് ഉണ്ടാവുകയോ അങ്ങനെ ഒരു തെറ്റ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്തഗ്ഫിരില്ലാഹ്, ആയിഷ, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും. ഹബീബിന്റെ വാക്കുകളാണ്. നോക്കണേ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗബ ചെയ്യാൻ അവസരം കൊടുക്കാൻ. ഭർത്താവിന് തെറ്റ് സംഭവിച്ചു, തെറ്റ് ചെയ്യാൻ അവസരം, ആ തെറ്റിൽ നിന്ന് മോചിതനായി തൗബ ചെയ്യാൻ അവസരം കൊടുക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് തൗബ ചെയ്യാൻ അവസരം, തെറ്റിൽ നിന്ന് മോചിതയായി പാപങ്ങളെ കഴുകി ശുദ്ധിയാക്കാൻ ഒരു വഴി ഹബീബാ നബി പറഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടായത്. ആയിഷ, നിങ്ങളുടെ മനസ്സിൽ ഒരു തെറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫസ്തഗ്ഫിരില്ലാഹ്, അല്ലാഹുവിനോട് തൗബ ചെയ്യണേ, അല്ലാഹുവിനോട് മാപ്പ് ചെയ്യുന്ന ആയിഷ ബീവി. ആയിഷ ബീവിന്റെ മറുപടി പറഞ്ഞു, ചരിത്രം ഞാനിവിടെ പറയല്ല. ആയിഷ പറഞ്ഞു, നബിയെ, ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാവും. ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടില്ല എന്നതാണ് സത്യം. ഞാനത് ചെയ്തു എന്ന് നുണ പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്നെ വിശ്വസിക്കുകയും ചെയ്യും. പക്ഷേ അള്ളാഹു എന്റെ നിരപരാധിത്വം തെളിയിക്കും നബിയെ. ഇത് പറഞ്ഞു ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. പക്ഷെ നബി തങ്ങൾ ആ സന്ദർഭത്തിൽ ഇടപെടുകയാണ്. ഒരു തെറ്റ് സംഭവിച്ചാൽ അങ്ങ് ആക്ഷേപിക്കുകയാണോ? അവരെ അങ്ങ് തകർത്ത് കളയാണോ? അവരെ മൊഴിചൊല്ലി വീട്ടിലേക്ക് പറഞ്ഞയച്ച് നാട്ടിലെ സർവ്വ വാട്സപ്പ് ഗ്രൂപ്പിലും അവർ ചെയ്ത തെറ്റുകളെ വിളിച്ചു പറയാണോ ചെയ്യേണ്ടത്? അല്ല. ഇൻ കുൻതി അൽമംതി ബിദംബിൻ ഫസ്തഗ്ഫിരില്ലാഹ്, എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ ആയിഷ ബീവി അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയേക്കും, ഇസ്തിഗ്ഫാർ ചെയ്യണം.